main focus, but let us talk first what is power quality and what are the features. Then slowly we will move to further slides. So what is power quality? Power, everybody knows, our ability to do work, ability to do something. And quality means the degree of excellence, how good it is. So we are getting power from utility like KSEB, Thrissur Corporation, and all these things. So how good is the voltage, is the power what we are getting, and we are consuming it, we are drawing current from the voltage what they give. So what are the implications, how the power quality is going to change, all these things we will see. So what we are supposed to get, no wait, what we are supposed to get is a sinusoidal wave, sine wave. We need to get a sine wave. A sine wave 50 times has to change in every second. 50 തവണ സെക്കൻഡിൽ മാറത്തക്ക രീതിയിലുള്ള സിനുസോയിഡൽ വേവ് ആണ് നമുക്ക് യൂട്ടിലിറ്റി തരേണ്ടത്. പക്ഷെ പലപ്പോഴും അങ്ങനെ കിട്ടാറില്ല. ആ സിനുസോയിഡൽ വേവിൽ നിന്നാണ് നമ്മൾ കറണ്ട് ഡ്രോ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇക്വിപ്മെന്റ്സ് ഉണ്ട്. സോ മോസ്റ്റ്ലി ദ മോട്ടോഴ്സ്, പിന്നെ ലൈറ്റ്സ്, അങ്ങനെ പല എയർ കണ്ടീഷനേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇക്വിപ്മെന്റ്സ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഡ്രോ ചെയ്യുന്ന പവറിൽ ഏകദേശം 60 to 70% of the power is drawn by motors and mostly induction motors. അങ്ങനെയാണ് നമ്മുടെ പവറിന്റെ കൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പൊതുവെ പറയുകയാണെങ്കിൽ മോട്ടറാണ് ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന ഇക്വിപ്മെന്റ്. അപ്പൊ മോട്ടർ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ലോഡ് ഇതുകളൊക്കെ കറണ്ട് ഡ്രോ ചെയ്യുന്നു. നമുക്കൊരു സിനുസോയിഡൽ വേവ് വേണം. ഇനി എത്രമാത്രം സിനുസോയിഡൽ വേവ്, എത്രമാത്രം നമ്മുടെ ലോഡിന് മാറ്റം വരുത്തുന്നുണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. വാട്ട് ഈസ് എ ഗുഡ് പവർ ക്വാളിറ്റി? അതാണ് ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത്. എന്തൊക്കെ തരത്തിലുള്ള നല്ല പവർ ക്വാളിറ്റി ഫീച്ചേഴ്സ് ഉണ്ടാവണം. ഫസ്റ്റ് വി സെഡ് അബൌട്ട് സിനുസോയിഡൽ വേവ്. ഒരു സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൈൻ വേവ് ആണ് നമുക്ക് യൂട്ടിലിറ്റി തരേണ്ടത്. പിന്നെ എന്തുണ്ടാവണം? ഇന്ററപ്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഇന്ററപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഇന്ററപ്ഷൻസിൽ നമ്മൾ പോകുമ്പോൾ അതിന് കുറെ കൂടി ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ററപ്ഷൻസ്, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. ജനറലി സ്പീക്കിംഗ്, ഇപ്പൊ നമ്മൾ 230 വോൾട്ട് ആണെങ്കിൽ അതിനെ പ്ലസ് ഓർ മൈനസ് 5% ഈസ് കൺസിഡേർഡ് ആസ് ഗുഡ് വോൾട്ടേജ്. പക്ഷെ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ യൂട്ടിലിറ്റിയും ഓരോ തരത്തിലൊക്കെയാണ്. പിന്നെ എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സിനുസോയിഡൽ ആയിരിക്കണം, സൈൻ പ്രൊപ്പോർഷണൽ ടു ദ സൈൻ തീറ്റ, സൈൻ വേവ് ആയിരിക്കണം. ഇതൊക്കെയാണ്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഹാർമോണിക്സ് മിനിമം ആണ്. ഹാർമോണിക്സ് മിനിമം ആവുന്നതിന് മുന്നേ ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് സി-ബീമ കർവ്. സി-ബീമ മീൻസ് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സിന്റെ അസോസിയേഷൻ ഇലക്ട്രോണിക് ഇക്വിപ്മെന്റുകൾക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള വോൾട്ടേജിന്റെ പാരാമീറ്റേഴ്സ് ആണ് ഈ ഗ്രാഫ്. ഇത് ജനറലി പവർ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ സി-ബീമ കർവ്. ഇതിലെ ഗ്രാഫിൽ നിങ്ങൾക്ക് എക്സ് ആക്സിസിലെ ടൈമും വൈ ആക്സിസിലെ വോൾട്ടേജും ആണ് ഉള്ളത്. അപ്പൊ ഈ നമ്മൾ ഒരു പവർ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ അത് എത്ര സെക്കൻഡ്സിലാണ് അല്ലെങ്കിൽ എത്ര മൈക്രോ സെക്കൻഡ്സിലാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വലിയൊരു വിഷയം. അപ്പൊ ഡ്യൂറേഷൻ ആണ് നമ്മളുടെ ഇന്ററപ്ഷൻ ആയാലും, പിന്നെ സാഗ് ആണോ സ്വെല്ലാണോ അതല്ല ട്രാൻസിയൻസ് ആണോ, ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം സൈക്കിൾസ് സെക്കൻഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 0.001 എന്താണ്? ഓക്കെ, 0.01 മുതൽ അതിൽ 2 സെക്കൻഡ്സ് അങ്ങനെ സെക്കൻഡ്സ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ആദ്യത്തെ പോർഷനിൽ എന്ന് പറഞ്ഞാല് ഒരു 8.3 മില്ലി സെക്കൻഡ്സ് വരെ ഉള്ളതിനെ നമ്മൾ സർജസും ട്രാൻസിയൻസും ആയിട്ടാണ് കണക്കാക്കുന്നത്. അതെന്താ, what it is happening is the voltage increase or voltage decrease for a very short duration. അപ്പൊ ഉദാഹരണം ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ട്രാൻസിയൻസ് ആണ്. ഹൈ വോൾട്ടേജ് വരുന്നുണ്ട്, പക്ഷെ അത് നോർമലി ഇറ്റ് ഈസ് വിതിൻ മൈക്രോ സെക്കൻഡ്സ് ഓർ മാക്സിമം ഇൻ സെവറൽ മില്ലി സെക്കൻഡ്സ്. ഒരു സൈക്കിൾ പോലും വരാറില്ല. അപ്പൊ അതിനാണ് ട്രാൻസിയൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറെ കൂടി ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിന് സാഗ് എന്നും പിന്നെ സ്വെൽ എന്നും പറഞ്ഞിട്ട്, സാഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ ഡ്യൂറേഷൻ വോൾട്ടേജ് ഇൻക്രീസും, സ്വെൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ഡ്യൂറേഷൻ വോൾട്ടേജ് ഡിക്രീസും ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ്, പിന്നെ ഫെയിലിയർ, വോൾട്ടേജ് ഫെയിലിയർ, ടോട്ടൽ ഫെയിലിയർ, ബ്ലാക്ക് ഔട്ട്. അപ്പൊ ഈ രീതിയിലാണ്. അപ്പൊ ഇതിന് ഓരോ പവർ ക്വാളിറ്റിനെയും നമുക്ക് ഓരോ രീതിയിൽ വേണം നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട്. ഇത് പവർ ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ സമയത്തിന്റെ ബേസിസിൽ അടിസ്ഥാനമാക്കിയിട്ട് ഡിഫൈൻ ചെയ്തതാണ്. ഇതിന് താഴെ ഒരു കർവും മേലെ ഒരു കർവും ഉണ്ട്. ഈ രണ്ട് കർവുകളുടെ ഇടയിലുള്ളതൊക്കെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഗുഡ് വോൾട്ടേജ്. ഇനി ഈ രണ്ട് കർവിന്റെയും ബിയോണ്ട്, മേലെ ആയാലും താഴെ ആയാലും ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ബാഡ് വോൾട്ടേജ്. അപ്പൊ ഇത് ലൈറ്റ്നിങ് ഒക്കെ നോർമലി ഇറ്റ്സ് 5 ടൈംസും 10 ടൈംസും നോർമൽ വോൾട്ടേജിന്റെ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ദ ഡ്യൂറേഷൻ ഈസ് വെരി ഷോർട്ട്. പക്ഷെ ഈ ഷോർട്ട് ഡ്യൂറേഷനിലുള്ള സർജസും ട്രാൻസിയൻസും നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് വലിയൊരു ത്രെട്ടാണ്. ഒരുപക്ഷെ മോട്ടോറുകൾക്കൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ വോൾട്ടേജ് പവർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കാര്യമാണ് CB നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞു ഹാർമോണിക്സ്. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സിനുസോയിഡൽ വോൾട്ടേജിലുള്ള വേരിയേഷൻ ആണ്. ദാറ്റ് മീൻസ് ഈ സിനുസോയിഡൽ വോൾട്ടേജ് അല്ലാതെ എപ്പോഴെങ്കിലും നമുക്ക് ഡിസ്റ്റോർട്ടഡ് വോൾട്ടേജ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഹാർമോണിക്സ്. ദ വേവ്, ആ വേവ് ഷേപ്പിലുള്ള വേരിയേഷനെയാണ് നമ്മൾ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും സൈൻ വേവ് ആണ്. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ വേവ് ഷേപ്പ് മാറുന്നത്? അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ആദ്യകാലത്തിൽ ഉണ്ടായിരുന്ന പാസ്റ്റ് ലോഡുകളൊക്കെ ആണെങ്കിൽ എന്ത് പറഞ്ഞു, ജനറലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് ലീനിയർ ലോഡ്സ്. ലീനിയർ ലോഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ, ഹീറ്റിംഗ്, പിന്നെ ഫിലമെന്റ് ലാംപ്സ്, ഇതൊക്കെ ജനറലി കൺസിഡേർഡ് ആസ് ലീനിയർ ലോഡ്. ലീനിയർ ലോഡ്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും പ്രൊപ്പോർഷണൽ ആയിട്ട് ഓംസ് ലോ ഫോളോ ചെയ്യുന്നതൊക്കെ ലീനിയർ ലോഡ്സ് ആണ്. പക്ഷെ ഇന്നത്തെ കാലത്തുള്ള ലോഡുകളൊന്നും ലീനിയർ ലോഡ്സ് അല്ല. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ, പിന്നെ VFD, ഡ്രൈവ്സ്, UPS, പിന്നെ ഇലക്ട്രോണിക് ബാലാസ്റ്റുള്ള ലാമ്പുകൾ, പിന്നെ LED ഡ്രൈവറുകൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസസ് ആണ്. IGBTയോ ട്രാൻസിസ്റ്ററോ SCRോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴുള്ള ഒരുപാട് ഇക്വിപ്മെന്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഇക്വിപ്മെന്റുകൾ ഈ ഇതിൽ IGBT ആയാലും ട്രാൻസിസ്റ്റർ ആയാലും SCR ആയാലും എല്ലാം നോൺ ലീനിയർ ഡിവൈസസ് ആണ്. വോൾട്ടേജും കറണ്ടും പ്രൊപ്പോർഷണൽ അല്ല. പലപ്പോഴും പല രീതിയിലാണ് കറണ്ട് വേരി ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. കറണ്ട് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. കറണ്ട് ഡിസ്റ്റോർട്ടഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും സോഴ്സും ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പൊ നമ്മളുടെ വോൾട്ടേജ് ഡിസ്റ്റോർട്ടഡ് ആവും. സിനുസോയിഡൽ വേവ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അതാണ് ബേസിക്കലി ഇന്നത്തെ പ്രോബ്ലം. ഇന്ന് പണ്ട് കാലത്തുള്ളവർക്കൊന്നും അത് അത്ര വലിയ സീരിയസ് ഇഷ്യൂ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ പവർ ഗ്രിഡിലുള്ള വലിയൊരു പ്രോബ്ലം ആണ് ഹാർമോണിക് പ്രോബ്ലംസ്. ഓക്കെ, നെക്സ്റ്റ് സ്ക്രീൻ പ്ലീസ്. ഇനി നമ്മളിപ്പോ ഹാർമോണിക്സ് എന്താണെന്ന് പഠിച്ചു. അത് വേവ് ഷേപ്പ്, വേവ് സിനുസോയിഡൽ വേവ് അല്ലാതെ ഡിസ്റ്റോർട്ടഡ് വേവ്സ് ആയിട്ട് വരുന്നതെല്ലാം ഹാർമോണിക് പ്രോബ്ലംസ് ആണ്. അതിന്റെ സോഴ്സ് നമ്മൾ മനസ്സിലാക്കി. ലീനിയർ ലോഡ്സ് അല്ല, നോൺ ലീനിയർ ലോഡ്സ് ആണ് നമുക്ക് ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ ഡിസ്റ്റോർഷൻ ഒക്കെ ഉണ്ടായാൽ എന്താണ് പ്രോബ്ലം? വാട്ട് ഈസ് ദ പ്രോബ്ലം ഇഫ് ദ വോൾട്ടേജ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ സൈൻ വേവ്? അത് നമുക്ക് പോകാം. നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ
amplification of harmonics levels resulting from series and parallel resonance in capacitor bank. നമ്മള് capacitor banks നെ പറ്റി നമ്മൾ മുന്നേ ഒരു ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു സോണി. അപ്പൊ capacitor banks നെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ capacitor bank നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനാണ്. പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഫണ്ടമെന്റൽ വോൾട്ടേജിലുള്ള ഫേസ് ഷിഫ്റ്റിനെ ഇംപ്രൂവ് ചെയ്ത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കും ഇത് രണ്ട് തരത്തിലുള്ള പവർ ഫാക്ടർ ഉണ്ടെന്നും അതൊക്കെ നമ്മൾ നോക്കും. അപ്പൊ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ബാങ്കുകളിൽ ഹാർമോണിക്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാല് സീരീസ് റെസൊണൻസും പാരലൽ റെസൊണൻസും ഉണ്ടാവും. ബേസിക്കലി നമുക്കൊരു ട്രാൻസ്ഫോമർ ഉണ്ട്, അവിടെ ഒരു എക്സൽ ഉണ്ട്, ഒരു റിയാക്ടൻസ് ഉണ്ട്, നമ്മളൊരു കപ്പാസിറ്റർ വെക്കുന്നു, അതിനകത്തൊരു എക്സി ഉണ്ട്. ഈ എക്സലും എക്സിയും എപ്പോഴാണ് ഒപ്പമാവുന്നത് ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് റെസൊണൻസ്. റെസൊണൻസ് സംടൈംസ് ഇസ് വെരി ഡേഞ്ചറസ്. ഇൻഫിനിറ്റ് കറണ്ട് ലെവൽ ഒരുപാട് കൂടാനും അത് ഫെയിലിയർ വരുത്താനും സർക്യൂട്ട് ബ്രേക്കുകളൊക്കെ ട്രിപ്പ് ആവാനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ റെസൊണൻസ് എപ്പോഴും നമ്മൾ ഒഴിവാക്കണം. റെസൊണൻസ് ഒഴിവാക്കാൻ നമ്മൾ ആന്റി റെസൊണൻസ് റിയാക്ടേഴ്സ്, ഡീട്യൂണിങ് റിയാക്ടേഴ്സ് ഒക്കെ നമ്മൾ കപ്പാസിറ്റർ ബാങ്കിൽ ഇടാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പഴയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു 7% ഡീട്യൂണിങ്, 5.6% ഡീട്യൂണിങ്, 14% ഡീട്യൂണിങ്. ഇത് ഓരോ പെർസെന്റേജ് ഡീട്യൂണിങ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഈ കപ്പാസിറ്റർ ഹാർമോണിക്സ് വരുമ്പോൾ എന്താണ് എഫക്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തൊരു ഹാർമോണിക്സിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി. ഞാൻ മുന്നേ തന്നെ പറഞ്ഞു മോട്ടറാണ് ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത് ലോകം മുഴുവൻ. ഏകദേശം 60% പവർ കൺസ്യൂം ചെയ്യുന്ന മോട്ടറാണ്. പമ്പായാലും AC ആയാലും എവിടെയായാലും പലയിടത്തും. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ജനറലി പവർ കൺസംഷൻ ഇസ് വെരി ലെസ്, ബിക്കോസ് ഇപ്പോൾ ഉള്ള ബൾബുകളൊക്കെ 6 വാട്ടും 8 വാട്ടും 10 വാട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ 1 HP, 2 HP, 10 HP, 100 HP, 1000 HP ഒക്കെയാണ്. അപ്പൊ മോട്ടറുകൾ ഇറ്റ്സ് കൺസ്യൂമിങ് ലോഡ് ഓഫ് പവർ. അപ്പൊ ഈ മോട്ടറുകളിൽ നമ്മൾ പഠിച്ചു ട്രാൻസ്ഫോമറുകളിലും മോട്ടറുകളിലും ഒക്കെ ഉള്ള എഡി കറന്റ് ലോസ്, ഹിസ്റ്റെറിസിസ് ലോസ്, ഇങ്ങനെ 2 ടൈപ്പ് മാഗ്നറ്റിക് ലോസുകൾ ഉണ്ട്. ഈ 2 ലോസും ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. അപ്പൊ ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫോറിയർ അനാലിസിസ് വെച്ച് ഫണ്ടമെന്റലിന്റെ മൾട്ടിപ്പിൾസിലായിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഹാർമോണിക്സ് ഈസ് കൺസിസ്റ്റ് ഓഫ് സെവറൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫ്രീക്വൻസി. സെക്കൻഡ്, തേർഡ് ഓർഡർ, 5th ഓർഡർ, 7th ഓർഡർ, 15th ഓർഡർ, അങ്ങനെയുള്ള പല ഫ്രീക്വൻസികളിൽ വേവ്സുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ഹാർമോണിക്സ്. അപ്പം ബേസിക്കലി ഹയർ ഓർഡർ ഫ്രീക്വൻസി എഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസും ഒക്കെ ഒരുപാട് കൂട്ടും. അപ്പൊ എന്തുണ്ടാവും, മോട്ടർ ആയാലും ജനറേറ്റർ ആയാലും ട്രാൻസ്ഫോമർ ആയാലും ഒക്കെ വോൾട്ടേജ് ലോസസ്, എഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസും കൂടും. അപ്പൊ മോട്ടറിന്റെ കോർ ആയാലും ജനറേറ്ററിന്റെ കോർ ആയാലും ട്രാൻസ്ഫോമറിന്റെ കോർ ആയാലും എല്ലാം ഒരുപാട് ചൂടാവും. ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്രൊഡ്യൂസിങ് ലോട്ട് ഓഫ് ഹീറ്റ്, മീൻസ് റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി, എഫിഷ്യൻസി കുറയുന്നു. അപ്പൊ അതാണ് വലിയൊരു പ്രശ്നം. പിന്നെന്താണ്, മാൾ ഓപ്പറേഷൻ ഉണ്ടാവാം, പ്രൊട്ടക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. പിന്നെ ഈ ചൂടാവുന്നത് കൊണ്ട് ഇക്വിപ്മെന്റുകളുടെ ലൈഫ് കുറയും. ആക്ച്വലി അനാലിസിസ് പറയുന്നത് നമ്മുടെ മോട്ടറൊക്കെ ആണെങ്കിൽ എവറി 10 degree rise on motor reduces the life of motor into half. അതായത് 10 ഡിഗ്രി ടെമ്പറേച്ചർ ഒരു മോട്ടറിന്റെ കൂടി കഴിഞ്ഞാൽ അതിന്റെ ആ മോട്ടറിന്റെ ലൈഫ് പകുതിയായി കുറയും എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പൊ മോട്ടർ ചൂടാവുക, മോട്ടറിന്റെ എഫിഷ്യൻസി കുറയാന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫിന് ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ അതും ഈ ഹാർമോണിക്സിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള എഫക്റ്റ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ബില്ല് കൂടും, കൺസംഷൻ കൂടുമ്പോൾ ബില്ല് കൂടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ലീനിയർ ലോഡ്സ് ആണ് ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോൺ ലീനിയർ ലോഡ്സിലെ ഏറ്റവും ഒരു ടിപ്പിക്കൽ നോൺ ലീനിയർ ലോഡാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഫെമിലിയർ ആണ്. പൾസ് കൺവെർട്ടർ ആണ്. 6 പൾസ് കൺവെർട്ടർ നമ്മൾ എല്ലാ UPSകളിലും മുഴുവൻ ഉപയോഗിക്കുന്നു. വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് VFDകളിൽ ഉപയോഗിക്കുന്നു. എല്ലാ മോഡേൺ ഇക്വിപ്മെന്റുകളും പിന്നെ ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്ററുകൾ, എല്ലാ മോഡേൺ ഇക്വിപ്മെന്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ AC-യെ റെക്ടിഫൈ ചെയ്ത് DC ആക്കി മാറ്റുന്നു. ആ DC-നെ ഫർദർ ഇൻവേർട്ട് ചെയ്ത് AC ആക്കി മാറ്റുന്നു. ആ AC-യുടെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ
നോർമൽ വേയില് ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഒക്കെ പ്രവർത്തിക്കുന്നത്. വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് V/F ഒരു കോൺസ്റ്റന്റ് ആകത്തക്ക രീതിയിൽ വോൾട്ടേജിനും ഫ്രീക്വൻസിനും ഒപ്പം വേരി ചെയ്തിട്ടാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് പ്രവർത്തിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്കൊക്കെ അറിയാം, എഫിഷ്യൻസി കൂടുതലാണ്, ടോർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഫുൾ സ്പീഡ് വരെ ഫുൾ ടോർക്കിൽ മോട്ടറിന് ഡെലിവറി ചെയ്യാൻ പറ്റും. ഏറെക്കുറെ ഒരു DC മോട്ടറിന്റെ ടോർക്ക് വരെ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് എത്തിക്കാനും നമുക്ക് ഈ VFD ഉപയോഗിച്ചാൽ പറ്റും. പക്ഷെ ഈ VFDകളുടെ ഡ്രോബാക്ക് എന്താന്ന് പറഞ്ഞാൽ that distorts the power quality ഒരുപാട് ഡിസ്റ്റോർട്ട് ചെയ്യും, ഹാർമോണിക്സ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ VFDകളുള്ള പ്രോബ്ലം. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് സ്വിച്ചിങ് ആണ് അതിനകത്ത് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. പിന്നെ UPSകളിലും VFDകളിലും ചാർജറുകളിൽ പിന്നെ ഇലക്ട്രോണിക് ഡ്രൈവ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ഇലക്ട്രോണിക് സ്വിച്ചിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ക്രീൻ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ് അത്. അതായത് ഹാർമോണിക്സ് എങ്ങനെയാണ്, ഹാർമോണിക്സിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഹാർമോണിക്സിന് നമ്മൾ പഠിക്കാനായിട്ട് അതിനെ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ, അതായത് നമ്മുടെ 50 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡിസ്റ്റോർഷൻ വരുമ്പോൾ ആ ഡിസ്റ്റോർഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഒരു ഫോറിയർ അനാലിസിസ് വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു. ആ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് അതിന്റെ ഫണ്ടമെന്റലിന്റെ സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, ഫിഫ്ത് ഓർഡർ, അങ്ങനെയുള്ള മൾട്ടിപ്പിൾസ്, എല്ലാ മൾട്ടിപ്പിൾസിലുള്ള പലതരത്തിലുള്ള വേവ് ഫോമുകളെ ആക്കി മാറ്റുന്നു. ആ വേവ് ഫോമുകളൊക്കെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റോർട്ടഡ് വേവ് ഫോം കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ഹാർമോണിക്സിനെ പഠിക്കാൻ വേണ്ടി അനലൈസ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാല് ഓഡ് ഹാർമോണിക്സ് ആണ് നമുക്ക് എപ്പോഴും ഡേഞ്ചർ. ഓഡ് ഹാർമോണിക്സ് ആണ് നമുക്ക് എപ്പോഴും ഗ്രിഡിലുള്ള മെജോറിറ്റി പോർഷൻ വരുന്നത്. ഓഡ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാല് 3, 5, 7 ഇതൊക്കെയാണ് ഹാർമോണിക്സ് കൂടുതൽ. ഈവൻ ഹാർമോണിക്സ് 2, 4, 6 ഇത് സാധാരണഗതിയിൽ കുറവായിരിക്കും, പിന്നെ നമ്മുടെ ഗ്രിഡിനെ കാര്യമായിട്ട് ബാധിക്കാറില്ല. അപ്പൊ ഇതൊക്കെയാണ് ഫിഫ്ത് ഹാർമോണിക്സ്, സെവൻത് ഹാർമോണിക്സ്, ഇതൊക്കെയാണ് കൂടുതൽ നമ്മുടെ പ്രോബ്ലം ആയിട്ട് വരുന്നതും. ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡും അത് തന്നെയായിരിക്കും കൂടുതൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ 6 പൾസ് കൺവെർട്ടറുകളിൽ പിന്നെ എല്ലാത്തരം കൺവെർട്ടറുകളിലും ഒക്കെ വരുന്നുണ്ട്. ഹാർമോണിക്സ് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ അതിന് ഫോറിയർ അനാലിസിസ് ഉപയോഗിക്കണം. അതിന് ഫണ്ടമെന്റൽസിന്റെ മൾട്ടിപ്പിൾസിൽ അനലൈസ് ചെയ്യണം. എന്നിട്ട് അതിന് ഓരോ ഓർഡറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തിട്ടും അതിന്റെ ലിമിറ്റ് കാണണം. RMS വാല്യൂ, ഇപ്പൊ സാധാരണ ഇതിൽ നമ്മൾ വോൾട്ടേജ് പറയുന്നത് എന്താണ്, മെഷർ ചെയ്യുന്ന വോൾട്ടേജ് 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് RMS വോൾട്ടേജ്. 230 വോൾട്ട് RMS ആണ്. നമ്മളത് RMS എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും RMS ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ പല മീറ്ററുകളും RMS വാല്യൂ അല്ല മെഷർ ചെയ്യുന്നത്, ആവറേജ് വാല്യൂ ആണ്. പക്ഷെ ഈ ആവറേജ് വാല്യൂ മെഷർ ചെയ്യുമ്പോൾ വിശേഷിച്ച് ഹാർമോണിക് ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ഒക്കെ ആണെങ്കിൽ RMS വാല്യൂയും ആവറേജ് വാല്യൂയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. നമ്മളുടെ റീഡിങ്സും മെഷർമെന്റും ഒക്കെ തെറ്റാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി ഇത് ഹാർമോണിക് സോഴ്സ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് ലോഡുകളാണ്, സ്വിച്ചിങ് ഡിവൈസസ് ആണ്, IGBT, പിന്നെ SCR, ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ്, ഇലക്ട്രോണിക്, പിന്നെ SMPS, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന SMPS, ഇതെല്ലാം ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സുകളാണ്. ഇപ്പൊ സിംഗിൾ ഫേസിൽ എന്തൊക്കെയാണ് ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്ന ലോഡുകൾ? മേജർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ, ഫാക്സ് മെഷീൻ, ഫോട്ടോ കോപ്പിയർ, UPS, TV, VCR, ഇപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ LED ഡ്രൈവുകൾ, ഇതൊക്കെ ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക് ബാലാസ്റ്റ്, സിംഗിൾ ഫേസ് AC ഡ്രൈവ്സ്, അൾട്രാവയലറ്റ് ഡിസ്ഇൻഫെക്റ്റിംഗ് സിസ്റ്റംസ്, അങ്ങനെ ഇതൊക്കെ ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇനി വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹാർമോണിക്സ് കൂടുന്നതുകൊണ്ട് ഇപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഒരുപാട് കമ്പ്യൂട്ടറുകളുള്ള ബാങ്കുകളിലും മറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂട്രൽ കത്തിപ്പോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ന്യൂട്രൽ കത്തിപ്പോവും. ആക്ച്വലി അത് അൺബാലൻസ് കൊണ്ട് ന്യൂട്രൽ കറണ്ട് കൂടിയിട്ട് അല്ല, പക്ഷെ ഹാർമോണിക്സ് വരുന്നത് കൊണ്ട് കൂടിയാണ്.
ഹാർമോണിക്സ് വരുന്നതെന്ന് പറഞ്ഞാല് സീറോ സീക്വൻസ് കോമ്പണന്റ്. ഈവൻ ഡോ അപ്പൊ റെഡ് യെല്ലോ ബ്ലൂ 3 ഫേസും ബാലൻസ്ഡ് ആണെങ്കിൽ പോലും, പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണെങ്കിൽ പോലും, ഈ ഹാർമോണിക്സ് ഉണ്ടെങ്കിൽ സോഴ്സിൽ നമ്മൾ സിംഗിൾ ഫേസ്, അതായത് ഈ കുറെ കമ്പ്യൂട്ടറുകളും ഫാക്സ് മെഷീനും UPS ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന സീറോ സീക്വൻസ് കോമ്പണൻസ് കാരണം ഈ സീറോ സീക്വൻസ് കോമ്പണൻസ് ആക്ച്വലി ഇറ്റ് ഗോസ് ടു ദ ന്യൂട്രൽ. സീറോ സീക്വൻസ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രലിലേക്കാണ് പോവുക. അപ്പൊ ന്യൂട്രൽ കറണ്ട് ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ പോലും ന്യൂട്രൽ കറണ്ട് നമ്മൾ മെഷർ ചെയ്ത്, ആക്ച്വലി നമ്മൾ 3 ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ ന്യൂട്രൽ 0 ആയിരിക്കണം, ഫണ്ടമെന്റൽ മാത്രമാണെങ്കിൽ. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കാറില്ല. പലപ്പോഴും ന്യൂട്രൽ കറണ്ട് 1.5 ടൈംസും 2 ടൈംസും ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു PQ അനലൈസർ ഉണ്ടെങ്കിൽ ന്യൂട്രൽ കറണ്ടിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തുമാത്രം തേർഡ് ഓർഡർ ഹാർമോണിക്സ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് സിംഗിൾ ഫേസ് ഹാർമോണിക് ലോഡുകൾ. അടുത്തത് നെക്സ്റ്റ് സ്ക്രീൻ പ്ലീസ്. ഓക്കെ, അടുത്തത് നമ്മൾ 3 ഫേസ് ഹാർമോണിക് ലോഡുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. 3 ഫേസ് ഹാർമോണിക് ലോഡുകളിൽ അധികം വരുന്നത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് ആണ്. AC ഡ്രൈവ്സും ഉണ്ട്, DC ഡ്രൈവ്സും ഉണ്ട്. പക്ഷെ DC ഡ്രൈവ്സ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. AC ഡ്രൈവ്സ് ആണ് കൂടി വരുന്നത്. AC ഡ്രൈവ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ഫേസ് AC വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്ത് DC ആക്കുന്നു. ആ DCനെ വീണ്ടും ഇൻവേർട്ട് ചെയ്ത് AC ആക്കുന്നു. ACയുടെ ഫേസ് വോൾട്ടേജും പിന്നെ ഫ്രീക്വൻസിയും വേരി ചെയ്തിട്ടാണ് നമ്മളുടെ VFD പ്രവർത്തിക്കുന്നത്. ആ വേരി ചെയ്യുന്നതിന് V/F കോൺസ്റ്റന്റ് എന്നുള്ളൊരു രീതിയിലാണ് അത് നടക്കുന്നത്. അപ്പൊ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ്, DC ഡ്രൈവ്സ്, പിന്നെ എന്താണ് UPS. DC ഡ്രൈവ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ACനെ പിടിച്ച് DC ആക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്നത് തൈറിസ്റ്ററുകളാണ്. അപ്പൊ ഹൈലി ഡിസ്റ്റോർട്ടഡ് ആണ്. UPSും എക്സാക്ട്ലി ദ സെയിം. UPSന് നമ്മൾ 3 ഫേസിനെ പവറിനെ കൺവേർട്ട് ചെയ്ത് DC ആക്കുന്നു. DC-ന്ന് പക്ഷെ കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. VFD-ലാണെങ്കിൽ വേരിയബിൾ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നു, UPS-ലാണെങ്കിൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്രയ്ക്കുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ ആർക്ക് ഫർണസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ യൂണിറ്റുകളാണ്. സാധാരണഗതിയിൽ 10 മെഗാവാട്ട് 15 മെഗാവാട്ട് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് ഒന്നും അല്ലാതെ പിന്നെ 3 ഫേസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ ഫർണസും സാധാരണഗതിയിൽ 5 മെഗാവാട്ട് 10 മെഗാവാട്ട് 15 മെഗാവാട്ട് ഒക്കെയാണ്. അതിൽ ഉപയോഗിക്കുന്ന തൈറിസ്റ്ററുകൾ എന്നൊക്കെ പറഞ്ഞാൽ വാട്ടർ കൂൾഡ് ആയിരിക്കും. വാട്ടർ കൂൾഡ് തൈറിസ്റ്റേഴ്സും വലിയ വാട്ടർ കൂൾഡ് സംവിധാനങ്ങൾ, അതൊക്കെ ഹൈലി ഡിസ്റ്റോർട്ടഡ് വേവ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ബാറ്ററി ചാർജേഴ്സ്, അങ്ങനെയുള്ള ലോഡുകളൊക്കെ 3 ഫേസ് ലോഡുകൾ, ഇലക്ട്രോണിക് ലോഡുകളൊക്കെ ഹാർമോണിക് സോഴ്സസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ക്രീൻ പ്ലീസ്. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഹാർമോണിക്സും പവർ ഫാക്ടറും നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടാണ്. കാരണം ഒന്നിന് ഒന്ന് പ്രശ്നക്കാരാണ്. അപ്പൊ ഈ നോൺ ലീനിയർ ലോഡ് ആവുമ്പോൾ പവർ ഫാക്ടർ പൂവാറാവും. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച പവർ ഫാക്ടർ നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. നമ്മൾ അതിന് ഫണ്ടമെന്റൽ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. പക്ഷെ അതല്ല സത്യം, നമ്മൾ ഹാർമോണിക്സും കൂടെ കൺസിഡർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഉണ്ട്, പിന്നെ 5th ഓർഡർ ഉണ്ട്, 3rd ഓർഡർ ഉണ്ട്, പല ഓർഡറുകൾ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ആക്ച്വൽ RMS വാല്യൂ, വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. അപ്പൊ ഇതിന് ഓരോ വേവ് ഫോമിനും ഒരു പവർ ഫാക്ടർ ഉണ്ട്, കറണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ അപ്പാരന്റ് ഓർ ടോട്ടൽ പവർ ഫാക്ടർ. അതായത് ഫണ്ടമെന്റൽ പ്ലസ് ഹാർമോണിക്സ്, അതാണ് റിയൽ പവർ ഫാക്ടർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടറിന് നമ്മൾ DPF, ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ എന്നും പറയും. പിന്നെ മറ്റ് അപ്പാരന്റ് പവർ ഫാക്ടറും നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് വിത്ത് റെസ്പെക്ട് ടു എവറി ഓർഡർ, എല്ലാ ഓർഡറിന്റെയും കൺസിഡർ ചെയ്യണം. അത് ഹാർമോണിക് ലോഡ് വളരെ കൂടുതലാവുമ്പോൾ ഈ അപ്പാരന്റ് പവറും ഈ ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് സിവിയർ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാനും, പവർ ഫാക്ടർ കപ്പാസിറ്റർ ബാങ്ക് ഡിസൈൻ ചെയ്യാനും. റെസൊണൻസ് ഇഷ്യൂ നോക്കണം. പിന്നെ രണ്ടാമത് ഈ ഹാർമോണിക്സ് കൂടുമ്പോൾ 5th ഓർഡർ 7th ഓർഡർ ഇങ്ങനെയുള്ള കറണ്ടുകൾ ഇൻക്രീസ് ആവും. അപ്പൊ ഡീട്യൂണിങ് ആണ് ഒരു പരിധിവരെ നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഡീട്യൂണിങ് അല്ലാതെ ട്യൂൺഡ് കപ്പാസിറ്റർ ബാങ്കുകളും ഉപയോഗിക്കുന്നവരുണ്ട്. ട്യൂൺഡ് കപ്പാസിറ്റർ ബാങ്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത് ഹാർമോണിക്സിനെ അബ്സോർബ് ചെയ്യും, സക്ക് ചെയ്യും.
അപ്പൊ അങ്ങനെ സക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റേഴ്സ് ബ്ലോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ടുകൾ ഒരുപാട് കൂടും. അപ്പൊ അതിന് ഒരുപാട് ഓവർ സൈസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഡിസൈൻ ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. ട്യൂൺഡ് കപ്പാസിറ്റർ ബാങ്ക് വളരെ കെയർഫുൾ ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്ററിന്റെ ലൈഫ് ഒരുപാട് കുറഞ്ഞു പോകും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഹാർമോണിക്സ് എന്താണെന്ന് പറഞ്ഞു. വേവ് ഫോം ഡിസ്റ്റോർഷൻ ആണ്, സിനുസോയിഡൽ വേവ് അല്ലാതെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹാർമോണിക്സ് നമ്മൾ പറഞ്ഞു ഈ ഫോറിയർ അനാലിസിസ് വെച്ചിട്ട് അതിന് ഫണ്ടമെന്റൽ പ്ലസ് ഹയർ ഓർഡർ, തേർഡ് ഓർഡർ, ഫിഫ്ത്ത് ഓർഡർ, സെവൻത്ത് ഓർഡർ അങ്ങനെയൊക്കെ അനലൈസ് ചെയ്ത് 25th ഓർഡർ വരെയും 50th ഓർഡർ വരെയൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട്, മെഷർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെ മെഷർ ചെയ്യുന്ന എങ്ങനെയാണ് മെഷർ ചെയ്യുക? ആ മെഷർ ചെയ്യുക, അതിന് സ്റ്റഡി നടത്തുക, അതിനെ പറയുന്ന പേരാണ് ഹാർമോണിക് അനാലിസിസ്. ഹാർമോണിക് അനാലിസിസ് നടത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഹാർമോണിക്സ് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം ഡിസ്റ്റോർഷൻ ഉണ്ട്, അതാണ് ആദ്യം. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ THD, അതാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഹാർമോണിക്സിന്റെ ഒരു ഡിസ്റ്റോർഷന്റെ ഒരു മെഷർമെന്റ്. അപ്പൊ THD നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ സാധാരണ ഇതിൽ ഹാർമോണിക് അനലൈസർ ഉണ്ടാവണം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞു, ഇന്നത്തെ RMS വാല്യൂ ആണ് നമ്മൾ സപ്പോസ് ടു നമ്മൾ മെഷർ ചെയ്യേണ്ട. വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും ഒക്കെ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ആക്ച്വലി RMS വാല്യൂ ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് പലതും ആവറേജ് വാല്യൂ ഒക്കെയാണ് കാണിക്കുന്നത്. നോർമൽ കേസിലെ സിനുസോയിഡൽ വേവ് ആണെങ്കിൽ ഇത് രണ്ടും വിഷയമല്ല. പക്ഷെ ഡിസ്റ്റോർട്ടഡ് വേവ് ഫോം ആണെങ്കിൽ നമ്മൾ RMS വാല്യൂ പിന്നെ ആവറേജ് വാല്യൂ തമ്മിലുള്ള ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ മെഷർമെന്റിനെ അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ കുറച്ച് അനലൈസറുകളെ കാണിച്ചു തന്നത്. ഒരു അനലൈസർ പവർ ക്വാളിറ്റി അനലൈസർ ആണ്, മീക്കോന്റെ. ഇത് സാധാരണ ഇതിൽ 50th ഓർഡർ വരെ മെഷർ ചെയ്യും. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വോൾട്ടേജ്, ഫണ്ടമെന്റല്, പിന്നെ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ചിലപ്പോഴൊക്കെ 10% ആയിരിക്കും, അല്ലെങ്കിൽ 20% ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റൽ കോമ്പോണന്റ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, അപ് ടു 50th ഓർഡർ, 50th ഓർഡർ വരെ അതിന്റെ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് ഒരു 25 ഒക്കെ വരുമ്പോൾ 25th ഒക്കെ ഫർദർ അത് വളരെ കുറഞ്ഞ് 0.001 0.02 ഒക്കെ ആയിട്ട് വരും. പക്ഷെ പ്രോമിനന്റ് ആയിട്ട് നമ്മൾ വരുന്നത് തേർഡ് ഓർഡർ, ഫിഫ്ത്ത് ഓർഡർ, സെവൻത്ത് ഓർഡർ, 13th, 15th ഇതൊക്കെയാണ്. 11th, 13th, 15th. പിന്നെ മറ്റൊരു പവർ ക്വാളിറ്റി അനലൈസർ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഫ്ലൂക്കിന്റെ ആണ്. സാധാരണ ഇതിൽ ഇതൊക്കെ കോസ്റ്റ്ലി ഇക്വിപ്മെന്റ് ആണ്. 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വില വരുന്ന ഇക്വിപ്മെന്റുകളാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി ഹാർമോണിക്സിന് എന്തൊക്കെയാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് നോക്കാം. ആക്ച്വലി ഹാർമോണിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ട്. പലരും പല രീതിയിൽ ഫോളോ ചെയ്യുന്നു. അതിലിപ്പോ ഒന്നാണ് എഞ്ചിനീയറിംഗ് റെക്കമെൻഡേഷൻസ് G5/4, അത് UK-ലാണ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ EN 61000-4-2, പിന്നെ അങ്ങനെ പല സ്റ്റാൻഡേർഡുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയില് ജനറൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണ്. IEEE 519 1992. 1992 IEEE 519 റിലീസ് ചെയ്ത ഇതാണ്. പക്ഷെ ഇപ്പൊ അതിന് പുതിയത് വന്നിട്ടുണ്ട്. 2012-ലോ 2013-ലോ അതിന്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് IEEE 519 ആണ് ജനറലി സ്പീക്കിംഗ് നമ്മൾ ഇന്ത്യയിലൊക്കെ ഫോളോ ചെയ്യുന്നത്. ലോകം മുഴുവൻ ഒരുവിധമൊക്കെ ഫോളോ ചെയ്യുന്നത് IEEE 519 ആണ്. IEEE 519ന്റെ എന്തൊക്കെയാണ് പറയണേ എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അതാണ് ജനറലി ഫോളോ ചെയ്യുന്ന ഹാർമോണിക് സ്റ്റാൻഡേർഡ്. IEEE 519 1992 ഹാർമോണിക് ലിമിറ്റ്സ് നോർത്ത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണ്. അത് നമ്മൾ കുറെ ലിമിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. വോൾട്ടേജ് ഇത്രയൊക്കെ ആയിരിക്കണം, കറണ്ട് ഇത്രയൊക്കെ ആയിരിക്കും. ജനറലി സ്പീക്കിംഗ് ഒരു വോൾട്ടേജ് ഡിസ്റ്റോർഷൻ 5%, 3%, 5% വോൾട്ടേജ് ഡിസ്റ്റോർഷൻ, ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷനും ഓരോ ഇൻഡിവിജ്വൽ ഓർഡർ 3%-ലും കൂടരുത് എന്നാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ കറണ്ട് ആണെങ്കിൽ കറണ്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ ഹാർമോണിക് ലോഡുകളൊക്കെ ഒരുപാട് ഹൈ കറണ്ട് ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പൊ അതിന് നമ്മൾ അതിന്റെ ഷോർട്ട് സർക്യൂട്ട് ലെവലും പിന്നെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സിസ്റ്റം ഇംപീഡൻസ് ISC/IL, അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് IEEE 519 വോൾട്ടേജ് ഡിസ്റ്റോർഷന്റെ ലിമിറ്റ്സ് ആണ്. ഇത് വോൾട്ടേജിന് സാധാരണ ഇതിൽ അപ് ടു 1 kV, അതായത് 1000 വോൾട്ട്സ് വരെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇൻഡിവിജ്വൽ ഹാർമോണിക്സ് 5%, ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ 8% ആണ് ഇപ്പൊ ലിമിറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ സ്റ്റാൻഡേർഡ് ഫർദർ, അതായത് 1000 വോൾട്ടേജ് വരെ ഇൻഡിവിജ്വൽ ഓർഡർ 3%, ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ 8 എന്നുള്ളത് 5 ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ സ്റ്റാൻഡേർഡിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് IEEE വോൾട്ടേജ്. പക്ഷെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതൊരു കോൺക്രീറ്റ് സ്റ്റാൻഡേർഡ് ഒന്നും അല്ല. ഇതിന് ജനറലി സ്പീക്കിംഗ് നമുക്ക് ഇതിനൊരു ഗൈഡ് ലൈൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റില്ല. ഗൈഡ് ലൈൻ ആണ്, ഓരോ രാജ്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊരു സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നതിന് വിളിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാം, ഇത് ചില രാജ്യങ്ങളിലൊക്കെ, ചില രാജ്യങ്ങളല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങൾ ഓൾറെഡി ഹാർമോണിക് പെനാലിറ്റി ഇമ്പോസ് ചെയ്തു കഴിഞ്ഞു. എന്താണ് ഈ ഹാർമോണിക്സ് പെനാലിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. പവർ ഫാക്ടർ പെനാലിറ്റി എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താ 0.9 പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ 0.9 താഴെ പവർ ഫാക്ടർ പോവുകയാണെങ്കിൽ അതിന് നമ്മുടെ ബില്ലിന്റെ കൂടെ ഒരു എക്സ്ട്രാ റിയാക്റ്റീവ് പവറിനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ബില്ലും വാല്യൂം കൂടെ വരും. അത് പവർ ഫാക്ടർ പെനാൽറ്റി. ഇനി അവര് പവർ ഫാക്ടറിന് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. 0.95 കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഇൻസെന്റീവ് നമുക്ക് തരുന്നുണ്ട്, പവർ ഫാക്ടർ ഇൻസെന്റീവ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട്, KSEBക്ക് ഉണ്ട്. അത് ഹൈ ടെൻഷൻ കൺസ്യൂമേഴ്സിനൊക്കെ പവർ ഫാക്ടറിന്റെ ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പവർ ഫാക്ടർ ഹാർമോണിക്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിന് തമിഴ്നാട് ഗവൺമെന്റ് ഓൾറെഡി അത് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് ഇപ്പോൾ ഹാർമോണിക്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനെ അവര് പെനലൈസ് ചെയ്യുന്നുണ്ട്, പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അപ്പൊ കേരളത്തിലില്ല അതിപ്പോഴും, പക്ഷെ പല സംസ്ഥാനങ്ങളിലും ഇൻഡസ്ട്രി ഒരുപാട് ഉള്ള പല സംസ്ഥാനങ്ങളിലും ഈ ഹാർമോണിക്സ് കൂടുന്നതിന് അതിന് പെനാൽറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഹാർമോണിക്സ് കൂടുമ്പോൾ ആക്ച്വലി പലതരത്തിലുള്ള ലോസുകളാണ് യൂട്ടിലിറ്റിക്ക് ഉണ്ടാവുന്നത്. പവർ ഫാക്ടർ ഉണ്ടാവുന്ന ലോസിനെ പറ്റി നമുക്കറിയാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഹാർമോണിക്സ് കൂടുമ്പോൾ ട്രാൻസ്ഫോമറിലെ ലോസ് കൂടും. ട്രാൻസ്ഫോമറിലെ ലോസ് കൂടുക എന്ന് പറഞ്ഞാൽ അത് ഹീറ്റിംഗ് ഉണ്ടാവും, എഫിഷ്യൻസി കുറയും, എല്ലാം പോകും. നമ്മള് ഉദാഹരണത്തിൽ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അധികം പവറും ജനറേറ്റ് ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ജനറേറ്റ് ചെയ്യുന്ന പവറിന് ആദ്യം തന്നെ നമ്മൾ അത് 11 kV പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് 11 kV സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 220 440 kV ആക്കി, പിന്നെ അതിന് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്ത് വീണ്ടും 220 ആക്കി, വീണ്ടും അതിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 110 ആക്കി, അല്ലെങ്കിൽ 33 ആക്കി, പിന്നെ 11 kV ആക്കി. നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ എത്തുമ്പോഴേക്കും സാധാരണഗതിയിൽ ഒരു 8 times 10 times പവർ കൺവേർഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്ഫോമറിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്നിട്ടാണ് ആ പവർ നമ്മുടെ വീട്ടിലെത്തുന്നത്. അപ്പൊ ഈ ഓരോ ട്രാൻസ്ഫോമറിലും നോർമൽ കേസിൽ ഒരു 5% ലോസ് ഉണ്ടാവും, പ്രൊവൈഡഡ് ദ വോൾട്ടേജ് ഈസ് സിനുസോയിഡൽ. പക്ഷേ ഈ വോൾട്ടേജ് സിനുസോയിഡൽ അല്ല, ഡിസ്റ്റോർട്ടഡ് ആണെങ്കിലോ ഈ 5% അല്ല ലോസ്. ഇറ്റ് വിൽ ഇൻക്രീസ് ടു 10%, 12%, 15% ആൻഡ് ഹയർ ആൻഡ് ഹയർ. അപ്പൊ ആർക്കായി ഇതിന്റെ നഷ്ടം? ഹാർമോണിക്സ് കൂടുന്നതുകൊണ്ട് പവർ ഫാക്ടർ കൂടുന്ന പോലെ തന്നെ ഹാർമോണിക്സ് കൂടുന്നതുകൊണ്ട് യൂട്ടിലിറ്റിക്ക് ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. അത് നമ്മുടെ നാഷനും വലിയൊരു നഷ്ടമാണ്. അപ്പൊ ഹാർമോണിക്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നോർമൽ വേയില് യൂട്ടിലിറ്റി പെനലൈസ് ചെയ്യണം. അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ ആയാലും KSEB ആയാലും എല്ലാവർക്കും നമ്മൾ ഹാർമോണിക്സ് ഡിസ്റ്റോർട്ടഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇതാണ് നമ്മുടെ IEEE 519 പറയുന്ന കറണ്ട് ഡിസ്റ്റോർഷൻ. കറണ്ട് ഡിസ്റ്റോർഷനില് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ലോഡ് കറണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ട്. ഇതിന്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് ആ സ്ക്രീനിലെ ടേബിളിൽ കാണാൻ പറ്റും. ISC/IL അതൊരു വലിയ ക്രൈറ്റീരിയ ആണ്. അപ്പൊ ISC/IL ലെസ് ദാൻ 20 ആണെന്നുണ്ടെങ്കിൽ
4 പിന്നെ 2 അങ്ങനെയുള്ള ഓരോ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ അനുസരിച്ച് അതൊക്കെ വിട്ട് കളഞ്ഞാൽ ലാസ്റ്റ് ടേബിൾ മാത്രം എടുക്കുക. TDD, ടോട്ടൽ ഡിമാൻഡ് ഡിസ്റ്റോർഷൻ. അത് മാത്രം ഇപ്പൊ നിങ്ങൾ കണക്കാക്കിയാൽ മതി. ടോട്ടൽ ഡിമാൻഡ് ഡിസ്റ്റോർഷൻ ഷുഡ് നോട്ട് മോർ ദാൻ 5%. 5% കൂടുതൽ ടോട്ടൽ ഡിമാൻഡ് ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ISC/IL 20 താഴെയാണെങ്കിൽ. അടുത്തത് അതുപോലെ തന്നെ 20 to 50 ആണെന്നുണ്ടെങ്കിൽ അത് 8 വരെ പോവാം. 50 to 100 ആണെന്നുണ്ടെങ്കിൽ അത് 12 വരെ പോവാം. 100 to 1000 അങ്ങനെയാണ് IEEE 519 കറണ്ട് ഡിസ്റ്റോർഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ ഈ കറണ്ട് ഡിസ്റ്റോർഷനും വോൾട്ടേജ് ഡിസ്റ്റോർഷനും ഒക്കെ എങ്ങനെയാണ്, ഇതാണ് ഒരു ജനറൽ. അതായത് ഞാൻ വേറൊരു സ്റ്റാൻഡേർഡ് അവിടെ കാണിച്ചിരുന്നു, എഞ്ചിനീയറിംഗ് റെക്കമെൻഡേഷൻസ് G5/3. ഇത് യു കെയിൽ ഫോളോ ചെയ്യുന്നതാണ്. ഇത് അവർ 415 വോൾട്ടേജ് വരെ വോൾട്ടേജ് ഡിസ്റ്റോർഷൻ 5% കൂടാൻ പാടില്ല എന്നും, പിന്നെ ഇൻഡിവിജ്വൽ ഹാർമോണിക്സ് ഓഡ് ആണെങ്കിൽ 4% കൂടരുതെന്നും, ഈവൺ ആണെന്നുണ്ടെങ്കിൽ 2% കൂടാൻ പാടില്ല എന്നൊക്കെയാണ് അവരുടെ റെക്കമെൻഡേഷൻസ്. അത് UK സ്റ്റാൻഡേർഡുകളാണ്. അതുപോലെ തന്നെ പല KB വോൾട്ടേജിലും അത് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ സ്ലൈഡുകളൊക്കെ ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഡീറ്റെയിൽസ്. പിന്നെ ഇത് ഒരു വലിയ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഹാർമോണിക്സ് എത്രമാത്രം സിവിയർ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 6 pulse ഡ്രൈവ് വിത്ത് 4% AC ലൈൻ റിയാക്ടർ, ഞാൻ പറഞ്ഞു 6 pulse കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിസ്റ്റോർട്ടഡ് കറണ്ട് ആണ് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഈ കറണ്ട് ഡിസ്റ്റോർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇൻപുട്ടില് ഒരു 4% AC ലൈൻ റിയാക്ടർ ഇടും. ചിലർ 4% ഇടും, ചിലർ 3% ഇടും, അങ്ങനെ പല രീതിയിൽ ഇടും. അപ്പൊ 4% ലൈൻ റിയാക്ടർ ഇടുമ്പോൾ അതിന്റെ ഹാർമോണിക്സ്, കറണ്ട് ഹാർമോണിക്സ് ഒരുപാട് കുറയും. അങ്ങനെ കുറഞ്ഞ ഹാർമോണിക്സ് 39%ഓളം ഉണ്ടാവും എന്നാണ് ഈ ടേബിൾ കാണിക്കുന്നത്. 39% ഡിസ്റ്റോർഷൻ മീൻസ് ഇറ്റ്സ് എ ഹ്യൂജ് വാല്യൂ. ഭയങ്കര ഡിസ്റ്റോർഷൻ ആണ്, വലിയ ഡിസ്റ്റോർഷൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റാൻഡേർഡുകളൊക്കെ പറഞ്ഞു കേട്ടില്ലേ, 10%, 8%, ഇതിലൊന്നും കറണ്ട് കൂടരുതെന്നാണ്. അപ്പൊ ഈ 39% എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. പക്ഷെ വേറൊരു ക്രൈറ്റീരിയ നോക്കേണ്ടത് എന്താ വെച്ചാൽ IEEE 519 പറയുന്നത് ഈ കറണ്ട് ഡിസ്റ്റോർഷൻ പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗിൽ നോക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ എൻട്രി പോയിന്റ്, അതല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഡൗൺ സ്ട്രീം, അതാണ് പോയിന്റ് ഓഫ് കോമൺ പോയിന്റ്. അത് നമ്മുടെ ബസ് ബാർ, കോമൺ ബസ് ബാർ ഉണ്ടാവും. അതിൽ നിന്ന് ഒരുപാട് MCCB ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ അതിനകത്ത് ഒരു 6 pulse ഒരു VFD ഉണ്ട്, പിന്നെ കുറെ നോർമൽ മോട്ടറുകളും ലീനിയർ മോട്ടറുകളും ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന്റെ ഡിസ്റ്റോർഷൻ 39% ആയാലും, പക്ഷെ മറ്റു കുറെ ലീനിയർ ഡിവൈസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആവറേജ് ചെയ്ത് വരുമ്പോൾ അതൊരു 10%, 12% ആയിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യണം. ഹാർമോണിക് ലോഡുകൾ മാത്രം ഒരു ഫീഡറിൽ ഇടരുത്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു 40% ഹാർമോണിക് ലോഡ് ഇടുകയാണെങ്കിൽ ബാക്കി 60%ലും ലീനിയർ ലോഡുകൾ ഇടണം. അപ്പൊ ലോഡ് ഷെയറിംഗ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റെഡ്യൂസ് ദ ഹാർമോണിക്സ് എഫക്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതല്ല, എല്ലാം ഹാർമോണിക് ലോഡുകൾ ഇട്ട് കഴിഞ്ഞാൽ മോട്ടറൊക്കെ ചൂടാവും, ഫാനൊക്കെ ചൂടാവും, ട്രാൻസ്ഫോമർ ചൂടാവും, കത്തിപ്പോവും, അല്ലെങ്കിൽ ലൈഫ് കുറയും, ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി 12 pulse കൺവെർട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരു 7.8% ആണ് THD, ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ പെർസെൻറ്റേജ് വരുന്നത്. അത് ഒരുപാട് കുറഞ്ഞു. അപ്പൊ ഈ 6 pulse കൺവെർട്ടർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓൾറെഡി നമ്മുടെ ഡ്രോയിങ് കണ്ടു നേരത്തെ. ഒരു IGBT ഒക്കെ ഉള്ള അല്ലെങ്കിൽ തൈറിസ്റ്റർ ഉള്ള 6 pulse കൺവെർട്ടർ കണ്ടു. ഇനി 12 pulse കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ട്രാൻസ്ഫോമറിന് 2 സെറ്റ് സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടാവും. ഈ സെറ്റ് സെക്കൻഡറി വോൾട്ടേജ് 30 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അപ്പൊ 2 6 pulse കൺവെർട്ടർ ഉണ്ടാവും. ഈ 2 6 pulse കൺവെർട്ടറും കൂടി കമ്പൈൻ ചെയ്ത് DC പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴാണ് 12 pulse കൺവെർട്ടർ ആവുന്നത്. ഈ 12 pulse കൺവെർട്ടർ അല്ലാതെ 18 pulse കൺവെർട്ടർ, 24 pulse കൺവെർട്ടർ, 30 pulse കൺവെർട്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഹാർമോണിക്സ് താഴേക്ക് പോകും. ഇനി മൂന്നാമത്തെ ടേബിളിൽ കാണുന്നത് 6 pulse കൺവെർട്ടർ, 6 pulse ഡ്രൈവ്,
together with an accusine filter. Accusine filter എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ ആണ്. അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സൊല്യൂഷൻസിൽ വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അക്യൂസൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഷ്നൈഡറിന്റെ പ്രോഡക്റ്റ് ആണ് അക്യൂസൈൻ എന്ന് പറയുന്നത്. ഷ്നൈഡർ മാത്രമല്ല, ഒരുപാട് കമ്പനിക്കാർ ഉണ്ടാക്കുന്നുണ്ട്, ഇന്ത്യയിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കണ്ടു, ഹാർമോണിക്സ് എന്താണെന്ന് നമ്മൾ കണ്ടു, ഹാർമോണിക്സ് എവിടെ നിന്നൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി ഹാർമോണിക്സിനെ എങ്ങനെ മെഷർ ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മൾ കണ്ടു, എന്തൊക്കെയാണ് നമ്മൾ ഫോൺ. ഇനിയിപ്പോ പ്രോബ്ലം മാത്രം അറിഞ്ഞാൽ പോരാ, ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയണം. എങ്ങനെയാണ് ഈ ഹാർമോണിക്സിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുക, ഹാർമോണിക്സിനെ സപ്രസ് ചെയ്യാൻ പറ്റുക, ഹാർമോണിക്സിന് കുറവ്. ഹാർമോണിക്സ് ദോഷം ചെയ്യുന്നുള്ളത് എല്ലാവർക്കും നമുക്ക് മനസ്സിലായി, എവിടേക്കല്ല ദോഷം ചെയ്യുന്നതെന്നും അതിന്റെ സീരിയസ്നെസ് നമ്മൾ പിടികിട്ടി. ഇനി അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡാണ് ഫേസ് ഷിഫ്റ്റിംഗ്. ഫേസ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡാണ്. അതായത് 6 പൾസ് കൺവെർട്ടറിന് പകരം 12 പൾസ് കൺവെർട്ടർ ഉപയോഗിക്കുക, 18 പൾസ് കൺവെർട്ടർ ഉപയോഗിക്കുക, 24 പൾസ് കൺവെർട്ടർ ഉപയോഗിക്കുക. അങ്ങനെ ഹയർ ഓർഡർ കൺവെർട്ടർ ഉപയോഗിക്കും തോറും ഹാർമോണിക്സ് കുറഞ്ഞു വരും. ഇനി അടുത്തത് ഒരു മെത്തേഡാണ് പാസീവ് ഫിൽറ്റേഴ്സ്. പാസീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ജസ്റ്റ് ഒരു റിയാക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഹാർമോണിക്സ് കുറയ്ക്കാൻ പറ്റും, ഹാർമോണിക് കറണ്ട് കുറയും. അപ്പൊ നമ്മൾ VFD ഒക്കെ വാങ്ങുമ്പോൾ VFDയുടെ ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഒരു റിയാക്ടറും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 4% റിയാക്ടർ ഇടുക. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹാർമോണിക്സ് ഒരുപാട് കുറഞ്ഞു കിട്ടും. ഇനി മറ്റൊരു മെത്തേഡ് കൂടി പാസീവ് ഫിൽറ്ററിംഗ് ഉണ്ട്, അതായത് LC ഫിൽറ്ററുകൾ ഉപയോഗിക്കാം. LC ഫിൽറ്റർ എങ്ങനെ ഉപയോഗിക്കുക വെച്ചാല് നമ്മൾ മുന്നേ കണ്ടു, അതായത് 5th ഓർഡർ, 7th ഓർഡർ, 11th ഓർഡർ, 13th ഓർഡർ, ഇതൊക്കെയാണ് പ്രോമിനന്റ് ആയിട്ടുള്ള ഹാർമോണിക് ഓർഡർ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ LC ഫിൽറ്റർ, അതായത് 5th ഓർഡറിനും 7th ഓർഡറിനും തൊട്ട് താഴെ ഫിൽട്ടർ ചെയ്യത്തക്ക രീതിയിൽ, അതായത് 5th ഓർഡറിനെ ബൈപ്പാസ് ചെയ്തു പോകും, 7th ഓർഡറിനെ ബൈപ്പാസ് ചെയ്തു പോകും. അതുപോലെ L-ഉം C-യും 5th ഓർഡറിൽ XL = XC ആക്കത്തക്ക രീതിയിൽ ഒരു ബൈപ്പാസ് മെത്തേഡ്, ഫിൽട്ടർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഹാർമോണിക്സ് കറണ്ട് ഒരുപാട് കുറയും. അത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. അതൊരു രണ്ടാമത്തെ മെത്തേഡാണ്. ഇനി ഫേസ് സ്റ്റാഗറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഫേസ് സ്റ്റാഗറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ലോഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോഡിന് നമ്മൾ 30% ഔട്ട് ഓഫ് ഫേസിൽ വിടുക, ഒരു ലോഡിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും വിടുക. അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ ഹാർമോണിക്സ് ജനറേറ്റഡ് ഫ്രം സ്ട്രേറ്റ് will cancel with the harmonics generated from the 30° out of phase. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഹാർമോണിക്സ് കുറയും, നമ്മുടെ പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന ഹാർമോണിക്സ് കുറയും. ഓക്കെ, നാലാമത്തെ മെത്തേഡാണ് ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ. ആക്റ്റീവ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് മെത്തേഡ് ഇൻ ഹാർമോണിക് ഫിൽറ്ററിംഗ്. അത് പ്യൂർലി ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രോണിക് മെത്തേഡുകളാണ്. അപ്പൊ അതിന്റെ ഉള്ള അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് ഷിഫ്റ്റിംഗ്, ഹയർ ഓർഡർ കൺവെർട്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതായത് 6 പൾസ് കൺവെർട്ടറിന് പകരം 12 പൾസ് കൺവെർട്ടർ ഉപയോഗിക്കാം. 12 പൾസ് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും ട്രാൻസ്ഫോമറിൽ. ഒരു സെക്കൻഡറി വൈൻഡിങ് ഡെൽറ്റയിലും ഒരു സെക്കൻഡറി വൈൻഡിങ് സ്റ്റാറിലും ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 30° ആയിരിക്കും. ഓരോ 3 ഫേസും എടുത്തിട്ട് ഒരു 6 പൾസ് കൺവെർട്ടറിലേക്ക് കൊടുക്കും, മറ്റേ 3 ഫേസ് എടുത്തിട്ട് വേറൊരു 6 പൾസ് കൺവെർട്ടറിലേക്ക് കൊടുക്കും. ഈ 2 6 പൾസ് കൺവെർട്ടറിൽ നിന്നും വരുന്ന ഹാർമോണിക്സ് പരസ്പരം ക്യാൻസൽ ആവും. അങ്ങനെ ക്യാൻസൽ ആവുമ്പോൾ ഹാർമോണിക്സ് ഒരുപാട് കുറഞ്ഞു പോകും. ഞാൻ നേരത്തെ കാണിച്ച പോലെ 12 പൾസ് കൺവെർട്ടറിലാണെങ്കിൽ അത് 10% താഴെ വരും. 10% താഴെയാണെങ്കിൽ നമ്മുടെ IEEE സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരുവിധം ആക്സെപ്റ്റബിൾ കേസാണ്. കറണ്ടിന്റെ കേസ്, വോൾട്ടേജ് ആണെങ്കിൽ 3ഉം 5ഉം ഒക്കെ ആയിട്ട് കുറഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അപ് ടു 48 വരെ, 48 വരെ ഇതേപോലെ ഈ 6 എന്നുള്ളത് 12, 18, 24 അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സാധനം കൂടി ഞാൻ പറയാം, സിഗ്സാഗ് ട്രാൻസ്ഫോമർ. ഈ സിഗ്സാഗ് ട്രാൻസ്ഫോമർ ആക്ച്വലി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സീറോ സീക്വൻസ് കോമ്പോണൻസ്, ഹാർമോണിക്സിൽ ഉണ്ടാവുന്ന സീറോ സീക്വൻസ് കോമ്പോണൻസിന് സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. സീറോ സീക്വൻസ് കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 3rd ഓർഡർ, 9th ഓർഡർ, 15th ഓർഡർ, ഈ 3 കോമ്പോണൻസ് ആണ് സീറോ സീക്വൻസ് എന്ന് പറഞ്ഞാല്. ഈ നമുക്ക് റെഡ്, യെല്ലോ, ബ്ലൂ 3 ഫേസ് ഉണ്ട്, പിന്നെ ഒരു ന്യൂട്രൽ ഉണ്ട്. ഈ 3rd ഓർഡർ, 9th ഓർഡർ, 15th ഓർഡർ ഇത് എപ്പോഴും ന്യൂട്രലിലേക്ക് ഫ്ലോ ചെയ്യുള്ളൂ.
അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ന്യൂട്രൽ കറണ്ട്, ഹാർമോണിക് ലോഡ് ഉള്ളിടത്തൊക്കെ ന്യൂട്രൽ കറണ്ട് കൂടുതലായിരിക്കും, ന്യൂട്രൽ കത്തിപ്പോവും. ന്യൂട്രൽ കത്തിപ്പോകുന്ന ഒരു പ്രശ്നം ഇലക്ട്രോണിക് ലോഡ് ഉള്ളിടത്തൊക്കെ ഉണ്ടാവും. അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിഗ്സാഗ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇത് ഫേസ് ഷിഫ്റ്റിംഗ്. ഇത് നേരത്തെ പറഞ്ഞ ഫേസ് ഷിഫ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ഇതേപോലെ തന്നെ ഹയർ ഓർഡർ ഉപയോഗിക്കാം. അടുത്ത സ്ലൈഡ്. ഫേസ് സ്റ്റാഗറിങ്. ഫേസ് സ്റ്റാഗറിങ് എന്ന് പറഞ്ഞാല് എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞു 2 ഐഡന്റിക്കൽ ലോഡുകൾ ഉണ്ട്. ഏറെക്കുറെ ഐഡന്റിക്കൽ, കൃത്യമായിട്ട് ഐഡന്റിക്കൽ ആവണമെന്നില്ല. ഏറെക്കുറെ ഐഡന്റിക്കൽ ലോഡുകളാണെങ്കിൽ ഒരു ലോഡിനെ നമ്മൾ ഫേസ് ഷിഫ്റ്റ് ചെയ്ത് വിടും 30 ഡിഗ്രി, ഒരു ലോഡിനെ ഫേസ് ഷിഫ്റ്റ് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ടും വിടും. അപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്ത ഈ ഹാർമോണിക്കുകൾ പരസ്പരം ക്യാൻസൽ ആയി പോകും. അപ്പൊ പോയിന്റ് ഓഫ് കോമൺ കംപ്ലീറ്റ് നമ്മൾ ഡ്രോ ചെയ്യുന്ന ഹാർമോണിക്സ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ലിമിറ്റിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഫേസ് സ്റ്റാഗറിംഗ് മെത്തേഡ്സ് ഒക്കെ ഒരുപാട് ഇൻഡസ്ട്രികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ഓർഡറും ഇൻഡസ്ട്രികളിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫേസ് സ്റ്റാഗറിംഗും ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ്, ഒരു ഫേസ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതാണ് ഞാൻ അവസാനം പറഞ്ഞ അൾട്ടിമേറ്റ് ഹാർമോണിക് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ. ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാർമോണിക്സിന്റെ സൊല്യൂഷൻ. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചാല്, നമ്മള് സിമ്പിൾ ആയിട്ടുള്ള മലയാളത്തിൽ പറയും മുള്ളിന് മുള്ളുകൊണ്ട് തന്നെ. നമുക്കിപ്പോ അറിയാം പ്രശ്നം എന്താണ്. വേവ് ഫോം സിനുസോയിഡിലാണ് വേണ്ടത്, പക്ഷെ സിനുസോയിഡിലല്ല നമുക്ക് കിട്ടുന്നത്, ഡിസ്റ്റോർട്ടഡ് ആണ് വരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വേവ് ഫോമിനെ ക്യാൻസൽ ചെയ്യാനായിട്ട്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കറണ്ടിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് മറ്റൊരു ഡിസ്റ്റോർട്ടഡ് വേവ് ഫോം നമ്മൾ ജനറേറ്റ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്ത വേവ് ഫോം ഈ ഒറിജിനലി ഉള്ള വേവ് ഫോം ഡിസ്റ്റോർഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആവും. അപ്പൊ നമ്മൾ ഇത് ഈ പോയിന്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഡിസ്റ്റോർഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് വരുമ്പോൾ ഇത് പരസ്പരം ക്യാൻസൽ ആവും, വീണ്ടും പഴയ പോലെ സൈൻ വേവിലേക്ക് തിരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ബേസിക്കലി മറ്റൊരു ഡിസ്റ്റോർഷൻ അവിടെ ജനറേറ്റ് ചെയ്യാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ജനറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റോർഷൻ എങ്ങനെയാണെന്ന് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യും. റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്ത് ആ റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്ത ഡിസ്റ്റോർഷന്റെ ഓപ്പോസിറ്റ് ആണ് ജനറേറ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നടക്കുന്നത് ഇലക്ട്രോണിക്കലി ആണ്, IGBT ഇഞ്ചക്ഷൻ ആണ്, ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ആണ് സിസ്റ്റം. കോസ്റ്റ്ലി ആണ്, ഫുള്ളി ഇലക്ട്രോണിക് ആയതുകൊണ്ട് അത് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഇത് വലിയ വലിയ റിഗുകളിലും അങ്ങനെയുള്ള വലിയ ഇൻഡസ്ട്രികളിലും ഒക്കെ ഇതിൽ വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട്. വലിയ വലിയ ഡ്രൈവ്സ് ഒക്കെ ഉപയോഗിക്കുന്നിടത്ത് അതിന്റെ കൂടെ തന്നെ ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ. ഈ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ കറണ്ട് ഹാർമോണിക്സ് ബിലോ 3% എത്തിക്കാൻ പറ്റും, വോൾട്ടേജ് ഹാർമോണിക്സ് ഒരു 2% താഴെ എത്തിക്കാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് ക്യാൻസലേഷൻ ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. കോയമ്പത്തൂരില് ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ഒരു 2 കോടി രൂപയോളം ഒരു 2-3 വർഷം കൊണ്ട് 2 കോടി രൂപയോളം ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ വിറ്റിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ അവിടെ പെനാൽറ്റി ഉള്ളതുകൊണ്ട് ഈ ടെക്സ്റ്റൈൽ മില്ലുകളൊക്കെ കമ്പൽസറി ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ വെക്കാൻ നിർബന്ധിതരായി ഇരിക്കുന്ന കാലമാണ്. പക്ഷെ നാട്ടിലെ ഇൻഡസ്ട്രി വളരെ കുറവാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് അതിൽ പ്രതീക്ഷിക്കാനും പറ്റില്ല. പക്ഷെ ഭാവിയിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ക്രഷറുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ തൃശ്ശൂരൊക്കെ എനിക്ക് തോന്നുന്നു, തൃശ്ശൂര് ചുറ്റുവട്ടത്തൊക്കെ ക്രഷറുകൾ കുറെ ഉണ്ട്. അവിടെയൊക്കെ അവർ VFD ഉപയോഗിക്കുന്നുണ്ട്, വൻതോതിൽ VFD ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരെ മോട്ടോർ ഡ്രൈവ് ചെയ്യുന്ന VFD ആണ്. അപ്പൊ അവിടെയൊക്കെ ഹാർമോണിക് പ്രോബ്ലംസും ഉണ്ട്. അതിനൊക്കെ സൊല്യൂഷൻ വേണം. ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്റർ ആണ് അതിന്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഹാർമോണിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹാർമോണിക്സിന്റെ സോഴ്സസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഹാർമോണിക്സിനെ എങ്ങനെ മെഷർ ചെയ്യാം, അതിന്റെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, IEEE 519 എന്താണെന്ന് മനസ്സിലാക്കി. അതിന് പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. പല മെത്തേഡുകൾ, ഫേസ് ഷിഫ്റ്റിംഗ്, ഫേസ് സ്റ്റാഗറിംഗ്,
പിന്നെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആക്റ്റീവ് ഹാർമോണിക് ഫിൽട്ടർ. ആക്റ്റീവ് ഹാർമോണിക് ഫിൽറ്ററിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ നമ്മളൊരു ഹാർമോണിക്സിനെ പറ്റിയിട്ട് ഓട്ടപ്രദക്ഷിണം നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഡിസ്കഷൻ, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് വന്നാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. Basically what we are trying to do is to block the harmonics. അതായത് ഹാർമോണിക്സിനെ കപ്പാസിറ്ററിലേക്ക് കടത്തി വിടാതിരിക്കാൻ ശ്രമിക്കലാണ് ഡീറ്റ്യൂൺഡ് ഫിൽട്ടർ. ഡീറ്റ്യൂൺഡ് എന്നുള്ള വാക്ക് തന്നെ അതാണ്. അതായത് ബ്ലോക്കിംഗ് റിയാക്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ 5th ഓർഡർ 7th ഓർഡർ, അത് സാധാരണഗതിയിൽ ഡീറ്റ്യൂൺഡ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ 14% ആണെങ്കിൽ 2.7 ആണ് അതിന്റെ ഓർഡർ. അപ്പൊ 2.7 എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ 5th ഓർഡർ ഹാർമോണിക്സ് ഒന്നും അതിൽ കൂടെ കടന്നു പോവില്ല, 7th കടന്നു പോവില്ല, ഒന്നും കടന്നു പോവില്ല. ഹാർമോണിക്സ് ഒന്നും ഡീറ്റ്യൂൺഡ് റിയാക്ടറിൽ കൂടെ കടന്നു പോവില്ല. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ കപ്പാസിറ്റർ സേഫ് ആയിരിക്കും, കാരണം ഹാർമോണിക് കറണ്ട് കുറവാണ്. അപ്പൊ ഡീറ്റ്യൂൺഡ് റിയാക്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹാർമോണിക്സിനെ ആക്ച്വലി നമ്മൾ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്, ഹാർമോണിക്സിനെ കടത്തി വിടാതിരുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ട്യൂൺഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പൊ ട്യൂൺഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മൾ ഉപയോഗിക്കുക 4% XL/XC ആണ്. 4% ഡീറ്റ്യൂൺഡ് റിയാക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി 5th ഓർഡറിലാണ് വരിക. 250 Hz ആയിരിക്കും അതിന്റെ റെസൊണൻസ്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് ഡെഡ് ഷോർട്ട് സർക്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കാം 4.5% ഉപയോഗിക്കാം, 5% ഉപയോഗിക്കാം. അപ്പൊ 4.5% 5% ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാല് 5th ഓർഡർ ഹാർമോണിക്സിന് ഒരുപാട് അത് കടത്തി വിടും. നേരത്തെ പറഞ്ഞത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, അതിനെ അട്രാക്ട് ചെയ്യും, കടത്തി വിടും. അതായത് 5th ഓർഡറിന് ഒരു ലോ ഇമ്പിഡൻസ് ക്രിയേറ്റ് ചെയ്യും അവിടെ. അപ്പൊ അങ്ങനെ ലോ ഇമ്പിഡൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് കപ്പാസിറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നോർമലി വെരി ഹൈ ആയിരിക്കും. ഫണ്ടമെന്റലിന്റെ ഏകദേശം 2 ഇരട്ടിയോ 3 ഇരട്ടിയോ കറണ്ട് ഉണ്ടാവും. ഒരു കപ്പാസിറ്റർ സാധാരണഗതിയിലെ ഒരു ഹെവി ഡ്യൂട്ടി കപ്പാസിറ്റർ ആണെങ്കിൽ അതിന് 20% അല്ലെങ്കിൽ 30% അഡീഷണൽ കറണ്ട് താങ്ങാനുള്ള ശക്തിയേ ഉള്ളൂ. ഇറ്റ് കാൺ വർക്ക് മോർ ദാൻ 150%. 150%ലും കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, അതിന് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് സാധാരണ ഇതിലിപ്പോ നമ്മൾ 440 വോൾട്ട് ആണെങ്കിൽ 440 അല്ലെങ്കിൽ 480 വോൾട്ടേജ് ആണ് കപ്പാസിറ്റർ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ട്യൂൺഡ് കപ്പാസിറ്റർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ 560 വോൾട്ടോ 690 വോൾട്ട്സോ ആയിരിക്കും കപ്പാസിറ്റർ. അപ്പൊ 690 വോൾട്ട് ആകുമ്പോൾ അതിന്റെ 1.5 ടൈംസ് കറണ്ട് എന്ന് വരുമ്പോൾ അപ്പൊ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ബേസിക്കലി ട്യൂൺഡ് കപ്പാസിറ്റർ ബാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് ഡബിൾ ദ റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ് ഇരട്ടിയെങ്കിലും ആയിരിക്കണം. കാരണം കറണ്ട് ഒരുപാട് കൂടുതലായിരിക്കും വരിക, അപ്പൊ അതിന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്ററിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റ്യൂൺഡ് റിയാക്ടർ ഉപയോഗിക്കുന്നത്. പക്ഷേ ട്യൂൺഡ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് കപ്പാസിറ്ററിനെ സേഫ് ആക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, ഹാർമോണിക്സിനെ കടത്തി വിടുക എന്നുള്ളതാണ് ഉദ്ദേശം. രണ്ടും 2 തരത്തിലാണ്. ഓക്കെ, ഫേസ് ഷിഫ്റ്റിങ്ങും ഫേസ് സ്റ്റാഗറിങ്ങും രണ്ടും ഒന്ന് ഡിഫറൻസ് ഒന്ന് ക്ലിയർ ആക്കി തരും. ഫേസ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 12 പൾസ് കൺവെർട്ടറോ 18 പൾസ് കൺവെർട്ടറോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഫേസ് സ്റ്റാഗറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 ലോഡ് ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇൻഡസ്ട്രികളിലൊക്കെ ആണെങ്കിൽ അത് നടക്കും. അപ്പൊ ഏറെക്കുറെ ഐഡന്റിക്കൽ ലോഡ്, കൃത്യമായിട്ട് ഐഡന്റിക്കൽ ലോഡ് ആവണമെന്നില്ല. അപ്പൊ 2 ലോഡുള്ള കേസുകളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2ഉം ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്ന ലോഡുകളായിരിക്കും. ഇപ്പൊ ഇൻഡക്ഷൻ ഫർണസോ അല്ലെങ്കിൽ VFDയോ, ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് VFD ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ ഏറെക്കുറെ 2ഉം, പിന്നെ ഇൻഡസ്ട്രികളിലൊക്കെ 24 hours ഓടുന്നതാണ് മിക്കവാറും മോട്ടറുകളൊക്കെ. അപ്പൊ ഇത് ഒരു ട്രാൻസ്ഫോമർ ഒരു ലോഡിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സപ്ലൈ സൈഡിൽ നമ്മളൊരു ട്രാൻസ്ഫോമറിന് ഉപയോഗിക്കും, ഒരു ട്രാൻസ്ഫോമറിന് ഇട്ട് കൊടുക്കും. ആ ട്രാൻസ്ഫോമർ എങ്ങനെയായിരിക്കണം, 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നതായിരിക്കണം. അപ്പൊ ആക്ച്വലി നമ്മളൊരു ഫേസ് ഷിഫ്റ്റിംഗ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച്.
ഇത് തന്നെയാണ് ഫേസ് ഷിഫ്റ്റിംഗിൽ നടക്കുന്നത്. പക്ഷെ ഫേസ് ഷിഫ്റ്റിംഗിൽ ആകെപ്പാടെ ഒറ്റ ട്രാൻസ്ഫോമറേ ഉള്ളൂ. പക്ഷെ അതിന് 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ഈ 2 സെക്കൻഡറി വൈൻഡിങ് തമ്മിൽ 30 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാൻസലേഷൻ നടക്കും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ ലോഡിനെ എടുത്ത് ഐഡന്റിഫൈ ചെയ്ത് അതിന് ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ലോഡിലേക്ക് കൊടുക്കുന്നു. ഈ ഹാർമോണിക്സ് ക്യാൻസലേഷൻ നടത്തുക എന്നുള്ളതാണ് രണ്ടിന്റെയും ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. പക്ഷെ രണ്ടും 2 മെത്തേഡിൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല, ഫേസ് അൺബാലൻസ് കൊണ്ട് മാത്രമല്ല ന്യൂട്രൽ കറന്റ് കൊടുക്കുന്നത്. ഫേസ് അൺബാലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ റെഡ് യെല്ലോ ബ്ലൂ അങ്ങനെ 3 ഫേസ് ഉണ്ട് നമുക്ക്. ഈ 3 ഫേസിലും റെഡില് ചിലപ്പോൾ കൂടുതൽ ലോഡായിരിക്കാം, യെല്ലോയില് കുറവ് ലോഡായിരിക്കാം, ബ്ലൂവില് വ്യത്യാസ ലോഡുകളായിരിക്കാം. ഇത് ബാലൻസ്ഡ് അല്ലാത്തപ്പോ നമ്മൾ റിയലൈസ് ചെയ്യും, ന്യൂട്രൽ കറന്റ് നമ്മൾ റിയലൈസ് ചെയ്യും. പക്ഷെ ആ ഒരു ഇഷ്യൂ അല്ല ഞാനിവിടെ പറഞ്ഞ ഇഷ്യൂ. 3 എണ്ണത്തിലും ഒരുപോലെ, ഉദാഹരണം ഇപ്പൊ റെഡ് യെല്ലോ ബ്ലൂല് ഞാൻ ഓരോ ഫേസിലും 10 കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്തിട്ടു. റെഡ് ഫേസിൽ ഞാൻ 10 കമ്പ്യൂട്ടർ ഇട്ടു, യെല്ലോ ഫേസിൽ 10 കമ്പ്യൂട്ടർ ഇട്ടു, ബ്ലൂ ഫേസിൽ 10 കമ്പ്യൂട്ടർ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ തിയറി അനുസരിച്ച് ന്യൂട്രൽ കറന്റ് 0 ആവേണ്ടതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ന്യൂട്രൽ കറന്റ് മിക്കവാറും ഒരു 2 ടൈംസിലേക്ക് എത്തും. കാരണം എന്താന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറുകൾ ഒരുപാട് 3rd ഓർഡർ ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പണ്ട് കാലത്ത് കേബിൾ ഇടുമ്പോ 3.5 കേബിൾ ആയിട്ടിരുന്നേ. 3 ഫേസില് ഫുൾ സൈസും ന്യൂട്രലില് ഹാഫ് സൈസും. പക്ഷെ ഇപ്പൊ ഇലക്ട്രോണിക് ലോഡുകൾ ഉള്ളിടത്തൊക്കെ ഞങ്ങൾ PWDയിലും മറ്റുള്ളവിടത്തൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് ഒരു കാരണവശാലും 3.5 കേബിൾ സജസ്റ്റ് ചെയ്യരുത്, 4 കോർ തന്നെ ഇടണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം ഇതാണ്, ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് ലോഡുകൾ ഒരുപാട് ആവുന്നുണ്ട്. ഇലക്ട്രോണിക് ലോഡുകൾ വരുമ്പോൾ 3 ഫേസിലും ബാലൻസ് ആയാൽ പോലും ഹാർമോണിക് കറണ്ട് കൂടും. കാരണം ഇതാണ്, ഈ ട്രിപ്ലൻ ഓർഡർ ഹാർമോണിക്സ് 0 സീക്വൻസ് കോമ്പോണന്റ് ആണ്. അതായത് ഹാർമോണിക്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ചില ഹാർമോണിക്സ് ക്ലോക്ക് വൈസിൽ കറങ്ങുന്നതും ചില ഹാർമോണിക്സ് ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നതും, ഇനി മറ്റു ചില ഹാർമോണിക്സ് എല്ലാം 0 സീക്വൻസിലേക്കാണ്. 0 സീക്വൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ന്യൂട്രലിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അത് ന്യൂട്രലിലേക്ക് വരുന്നതുകൊണ്ട് അപ്പൊ അത് ഫേസ് കറണ്ട് ഈക്വൽ ആയിട്ട് കാര്യമില്ല നമ്മൾ. കാരണം ഫണ്ടമെന്റലിനെ പറ്റിയല്ല നമ്മളിവിടെ പറയണേ, അതിന്റെ മൾട്ടിപ്പിൾസ് ഓഫ് ഹയർ പറ്റിയാണ്. അപ്പൊ കറണ്ട് കൂടുതലായിരിക്കും. 3 ഫേസിലും ഒരുപോലെ കമ്പ്യൂട്ടർ ഇട്ടാൽ പോലും ന്യൂട്രൽ കറണ്ട് കൂടുതലായിരിക്കും. ഇതിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് വെച്ചാൽ ന്യൂട്രൽ കറണ്ട് ഒരു പീക്ക് പവർ ക്വാളിറ്റി അനലൈസർ ഇടാം, എന്നിട്ട് കറണ്ട് മെഷർ ചെയ്യുക, അതിന്റെ ഹാർമോണിക് കോമ്പണൻസ് നോക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം അതിലുള്ള ട്രിപ്പിൾ ഓർഡർ എത്രയോ ഹൈ ആണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ എന്ത് ഫേസ് ബാലൻസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അവിടെ സിഗ്സാക്ട് ട്രാൻസ്ഫോമർ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫോമറും ഡേഞ്ചർ ആണ്, പല ന്യൂട്രൽ കറണ്ടും പ്രശ്നമാണ്, ന്യൂട്രല് കത്തിപ്പോവുകയും ചെയ്യും. ഇതൊക്കെ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതെ അതെ ശരിയാണ് സാർ പറഞ്ഞത്, ശരിയാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ലാസ്റ്റ് 1 മിനിറ്റ് കൂടി തരാണ് സംശയം വെക്കാനായിട്ട്. ഹാർമോണിക്സ് എനർജി എഫിഷ്യൻസിയുടെ സ്കോപ്പിൽ ഹാർമോണിക്സ് ഇംപ്രൂവ്മെന്റിന്റെ അതിനെ കുറിച്ചൊന്ന് ക്ലാരിറ്റി വരുത്തുമോ? എനർജി എഫിഷ്യൻസി എന്നുള്ളൊരു കോൺസെപ്റ്റില്. ഓക്കെ, അത് വലിയൊരു പോയിന്റ് ആണ് പറഞ്ഞത്. കാരണം എനർജി എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമുക്ക് എനർജി മാനേജ്മെന്റ് മെത്തേഡ്, സാധാരണ നമ്മൾ എനർജി എഫിഷ്യൻസി കൂട്ടാനായിട്ട് എന്താ ചെയ്യാ, എഫിഷ്യൻസി കൂടുതലുള്ള എക്യുപ്മെന്റും പിന്നെ മാനേജ് ചെയ്യുക, അതായത് ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകൾ ഓഫ് ചെയ്യുക, ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാവരും മറന്നു പോകുന്ന ഒരു വലിയൊരു ഫീൽഡാണ് എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പവർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ള മെത്തേഡ്. അപ്പൊ വലിയൊരു
ഒരായിട്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയിലും ബഹ്റൈനിലും ദുബായിലും ഒക്കെ ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഷ്നൈഡർ ഇലക്ട്രിക്. അത് ബേസിക്കലി ഇതാണ്, അതായത് സേവിങ്സ് ത്രൂ പവർ ക്വാളിറ്റി. യു ജസ്റ്റ് ഇംപ്രൂവ് ദ പവർ ക്വാളിറ്റി, യു വിൽ ഗെറ്റ് ദ സേവിങ്സ്. വേറെ ഒന്നും ചെയ്യണ്ട. ആ ഒരു സംഭവമാണ് ഈ ഹാർമോൺ. ഞാൻ പറഞ്ഞു ഈ സെൻസ് വരുന്നത് എവിടെ നിന്നൊക്കെയാണ്. നിങ്ങൾ സാധാരണ ഇതിൽ HT കൺസ്യൂമർ ആയിരിക്കും നമ്മളുടെ ഇൻഡസ്ട്രികൾ മുഴുവൻ. ഇപ്പൊ 11 kVയിലായിരിക്കും മീറ്ററിങ്. ആ 11 kVയിൽ മീറ്റ് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫോമർ നമ്മളുടെ പ്രീമൈസസിലായിരിക്കും. ആ ട്രാൻസ്ഫോമറിന് ഡൗൺ സ്ട്രീമിലായിരിക്കും നമ്മളുടെ VFD, നമ്മളുടെ അല്ലെങ്കിൽ ഫർണസോ VFDയോ ആർക്ക് ഫർണസോ ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഈ ഡിസ്റ്റോർഷൻ ഉണ്ട്. ഇപ്പൊ VFD ഒരുപാട് ഡിസ്റ്റോർഷൻ ഡ്രോ ചെയ്യുന്നതിന് എഡി കറന്റ് ലോസ്, ഹിസ്റ്ററിസിസ് ലോസ് ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഹാർമോണിക് ലോഡ് മാത്രമല്ല, പിന്നെ അതിനകത്ത് കുറെ സാധാ മോട്ടോറുകളും ഉണ്ടാവും, പമ്പുകൾ, ഫാനുകൾ, കുറെ മോട്ടോറുകൾ ഉണ്ടാവും. ഒരു VFD അവിടെ കിടക്കുന്നത്, 2 VFD അവിടെ കിടക്കുന്നത് നോർമൽ മോട്ടോർ. അപ്പൊ ഈ VFD നമ്മുടെ ഡ്രോ ചെയ്യുന്നത് ഡിസ്റ്റോർട്ടഡ് ആണ്. ആ ഡിസ്റ്റോർട്ടഡ് കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജും ഹൈലി ഡിസ്റ്റോർട്ടഡ് ആയി മാറും. അത് നിങ്ങൾക്കൊരു ഓസിലോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യും. VFD ഓൺ ചെയ്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഈ സപ്ലൈ വോൾട്ടേജ്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് ആണ് മറ്റു മോട്ടോറുകൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. സോ സൈൻ വെക്കുന്നതിന് പകരത്തുന്നത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആണ്. അഗൈൻ അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു കറണ്ട് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ആയിട്ടുള്ള കറണ്ട് ഫ്ലോ. അപ്പൊ ഞാൻ നേരത്തെ രീതിയിൽ ലോസ്, ഹിസ്റ്ററിസിസ് ലോസ് ഇതൊക്കെ ഒരുപാട് കൂടും. നോർമലി ട്രാൻസ്ഫോമർ 5 ആയിരുന്നു മുൻ ലോസ് എങ്കിൽ ഈ VFD ഓൺ ചെയ്യുമ്പോൾ അത് 2% ലോസ്. എന്താന്ന് വെച്ചാൽ ചൂടാവും ചെയ്യും. ആ പ്ലാന്റിൽ കിടക്കുന്ന മറ്റു മോട്ടോറുകളൊക്കെ നിങ്ങൾ ടച്ച് ഫീൽ ചെയ്യും, അറിയാം. കാരണം ഇൻഡസ്ട്രിയിലൊക്കെ നടന്നുകൊണ്ട് ഇത് പലതും ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളതും കറക്റ്റീവ് ആക്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് വളരെ ക്ലിയർ ആണ്. അല്ല, വലിയൊരു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ പ്ലാന്റിലുള്ള മൊത്തം മോട്ടോറുകളും കൂടുതൽ ചൂടാവും. അപ്പൊ ആ ട്രാൻസ്ഫോമർ നമ്മൾ കെയറേറ്റ് ട്രാൻസ്ഫോമർ ഒക്കെ ഉപയോഗിക്കും.